പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അവരുടേതായ ചില അനുഷ്ഠാനങ്ങൾ, അവരുടേതായ ചില ചിട്ടകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ പോയി അഡ്മിഷൻ എടുത്തെടുത്ത് പിന്നീട് റവല്യൂഷന് വേണ്ടി പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാനാണ് യൂണിഫോം എന്ന് പറയുന്ന സാധനം തന്നെ കൊണ്ടുവന്നേക്കുന്നത്. പ്രിൻസിപ്പളിനേക്കാൾ കൂടുതലായിട്ട് വിഷ്വൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്നു നിന്നിരുന്നത് ഈ സ്കൂളിന് വേണ്ടി വാദിക്കുന്ന വക്കീലാണ്. ശിവൻകുട്ടി കാണിച്ചതും ആവശ്യമില്ലാതെ കെട്ടടങ്ങിയ സ്ഥാനത്ത് രണ്ടാമത് റീഓപ്പൺ ചെയ്തതിനകത്ത് ശിവൻകുട്ടിയുടെ ഒരു പക്വതയില്ലായ്മ ഉണ്ടായി എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റും. ഇതിന്റെ പിന്നിലെന്നാണ് ഇതിന്റെ ബെനിഫിറ്ററി ആയിട്ട് മാറാൻ പോകുന്നത് BJP ആയിരിക്കും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, ഹിജാബ് എന്ന് പറയുന്നത് പിന്നെ ഒരു വിവാദം 2022 കർണാടകയിലുണ്ടായിരുന്നു. ഹിജാബ് ഈസ് അവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വശത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളും, അത് പിന്നെ അവിടുത്തെ ഹിജാബാണ് ഇവിടുത്തെ ഹിജാബ് എന്നുള്ള കാര്യത്തിൽ അല്ല, ഹിജാബും നിത്താക്കും രണ്ടാണ്. ഹിജാബ് ഈസ് അവർ ചോയ്സ് എന്ന് പറഞ്ഞ സമരം നടത്തിയ കുട്ടികൾ അവിടെ അത് വലിയൊരു വർഗീയ കലാപത്തിന്റെ വക്കിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത് സത്യത്തിൽ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതെന്തായാലും പിന്നെ കെട്ടടങ്ങിപ്പോയി. ഹിജാബ് ഈസ് അവർ ചോയ്സ് എന്ന് പറയുന്ന കുട്ടികൾ പക്ഷേ അവർ ധരിച്ചിരുന്നത് നിത്താക്കാണ്, കണ്ണ് മാത്രം കാണിക്കുന്ന സാധനം. ഈ വസ്ത്രത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുമ്പം അറേബ്യൻ രാജ്യങ്ങളിൽ അക്കാലത്തെ അവസ്ഥയിൽ അറിയാലോ, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സ്ത്രീകൾ, കാരണം മണലാരണ്യമാണ്, അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്, കാടും മറവും ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം പഴയ കാലത്ത്. അപ്പം അതില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടിരിക്കുമ്പോൾ അവരുടെ ആ അഭിമാന സംരക്ഷണം. മറ്റൊന്ന് മണൽക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിക്കറിയാലോ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇപ്പം അവിടുത്തെ ഒരു സിസ്റ്റത്തിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഈ ഹിജാബ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ഹിജാബാണോ നിത്താക്കാണോ ഈ കുട്ടി ധരിക്കാൻ വേണ്ടി ശ്രമിച്ചത്? ഹിജാബ് എന്ന് പറയുന്നു, പക്ഷേ ഹിജാബ് എന്ന് പറഞ്ഞ് കർണാടകയിൽ കണ്ട അതേ അവസ്ഥയിലുള്ള സ്ഥിതിയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ഒരു സ്കൂളിൽ പോയിട്ട് നമ്മൾ ചെല്ലുമ്പം ആദ്യം ആ സ്കൂളിന്റെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് തരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോസ്പെക്ടസ് എല്ലാം നമുക്ക് തരും. നമ്മളിതെല്ലാം വായിച്ചിട്ട് നമ്മൾ ഓക്കെ ആയിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ അവർ നിലനിർത്തിപ്പോരുന്ന ചില രീതികൾ, അവരുടേതായ ചില അനുഷ്ഠാനങ്ങൾ, അവരുടേതായ ചില ചിട്ടകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ പോയി അഡ്മിഷൻ എടുത്തെടുത്ത് പിന്നീട് റവല്യൂഷന് വേണ്ടി പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കൊണ്ടോട്ടി MLA ആയിട്ടുള്ള TB ഇബ്രാഹിം നിയമസഭയിൽ പറഞ്ഞു പോലീസുകാർക്ക് താടി വെക്കാൻ അനുവാദം നൽകണം, കാരണം ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം താടി വെക്കാൻ അനുവാദം നൽകണമെന്ന് പറഞ്ഞു. KT ജലീൽ എടുത്ത പായിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒറ്റ മറുപടിയിൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അങ്ങനെ താടി വെക്കുന്നത് ഇസ്ലാമിക മതം നിർബന്ധിതമായി അനുശാസിക്കുന്ന ഒന്നല്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാമെന്നല്ലാതെ ഒരു കമ്പൽസറി ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരൊറ്റ മുസ്ലിം ലീഗിൻ്റെ MLA-മാർക്കും താടിയില്ലാത്തത്? എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാർ താടി വെക്കാതെ നടക്കുന്നത് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചില ബിംബങ്ങൾ കൊണ്ടുവന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഭവങ്ങളാണ്. പക്ഷേ മറ്റുള്ള മേഖലകളിൽ പലയിടത്തും എന്ന് വെച്ചാൽ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാനാണ് യൂണിഫോം എന്ന് പറയുന്ന സാധനം തന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഏതുള്ളവരും ഇല്ലാത്തവനൊക്കെ ഒരേ സാധനം ഇട്ട് വരിക. കാരണം സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുള്ളത് കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമല്ല, അത് കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം പണ്ടൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കായിരുന്നു. ഇപ്പോൾ അതുപോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് പല സ്കൂളുകളിലും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായ ശേഷിയുള്ളവർ മാറി മാറി വസ്ത്രങ്ങളിട്ട് വരുമ്പോൾ അല്ലാത്ത കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം അതുകൂടെ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ യൂണിഫോം എന്ന് പറയുന്നത് സാധനം കൊണ്ടുവന്നത് തന്നെ. അത് കൊണ്ടുവന്ന് വരുമ്പം ആ യൂണിഫോമിനകത്ത് മതത്തിൻ്റെ എലമെൻറ്റ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തം താല്പര്യപ്രകാരം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് പാരൻസിൻ്റെ ഭാഗത്തുനിന്നോ വേറെ ആരെങ്കിലും അടുത്തുനിന്നോ ഒരു ഇഷ്യൂ വെറുതെ വളരെ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നിസ്സാരമായിട്ട് തന്നെ ആ സ്കൂളിലെ പ്രിൻസിപ്പളും ആ ക്ലാസ് ടീച്ചറും ഈ കുട്ടിയും വിചാരിച്ചിരുന്നെങ്കിൽ, ഈ കുട്ടിയുടെ പേരൻസും വിചാരിച്ചിരുന്നെങ്കിൽ അവസാനിപ്പിച്ച് വിടേണ്ട ഒരു വിഷയത്തെയാണ് ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ. ആ കുട്ടി എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ക്ലാസ് ടീച്ചറായിട്ട് ഒരു ജൂലി എന്ന് പറയുന്ന ഒരു മിസ്സിന്റെ പേര് പറയുന്നുണ്ട്. ആ മിസ് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്നും കാണാതെ പോരുത്. അതുകൊണ്ട് സ്കൂളിനെ പുറത്തിറക്കി നിർത്തി എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ജൂലി എന്ന് പറയുന്ന മിസ്സാണ് വളരെ മോശപ്പെട്ട രീതിയിൽ ആ കുട്ടിയോട് സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഒരു മതത്തെയൊക്കെ അവഹേളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് സത്യത്തിൽ കുഞ്ഞിനോട് അങ്ങനെയാണ് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ, ടീച്ചർ സംസാരിച്ചതെന്നുണ്ടെങ്കിൽ, ടീച്ചർ ചെയ്യേണ്ടത് ഇങ്ങനെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ വിളിക്കുക, വരാൻ പറയുക, അല്ലെങ്കിൽ നേരിട്ട് കാണുക, അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുക ചെയ്തിട്ട് ഇത് പറ്റില്ല എന്നുള്ളത് പറയുകയാണ് വേണ്ടത്. അല്ലാതെ ആ ചെറിയൊരു കുഞ്ഞിനെ ഇൻസൾട്ട് ചെയ്യുകയല്ല വേണ്ടത്. ആ കുഞ്ഞിനെ ഒരർത്ഥത്തിൽ സ്കൂളിലെ അധ്യാപകർക്കാണെങ്കിലും ഫാക്റ്റ് ആണെങ്കിൽ രക്ഷിതാക്കളാണെങ്കിലും ആ രക്ഷിതാക്കളെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകളാണെങ്കിലും ഈ കുഞ്ഞിനെ ടൂളായിട്ട് യൂസ് ചെയ്യുക. ആരും സതുദ്ദേശത്തോട് കൂടിയിട്ടല്ല ഇടപെടുന്നതെന്നുള്ള നമ്മൾ ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അസസ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് SDP-യുടെ ചില ഇടപെടലുകൾ ഉണ്ട്, അത് റിയാലിറ്റിയാണ്. അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റിന്റെ രാഷ്ട്രീയം എന്താണെന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളിനേക്കാൾ കൂടുതലായിട്ട് വിഷ്വൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്നു നിന്നിരുന്നത് ഈ സ്കൂളിന് വേണ്ടി വാദിക്കുന്ന വക്കീലാണ്.
അതോടൊപ്പം തന്നെ ഈ പ്രിൻസിപ്പള് ഇന്ന് ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു നോട്ടീസ്, ആ നോട്ടീസ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക. ആ നോട്ടീസിനെ പോലും കോടതി വഴി സമീപിക്കുമെന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതിന് നമ്മൾ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയോമാനിയ എന്നാണ്, തമാശക്കാണെങ്കിൽ നമ്മൾ പറയുന്നത്. അതായത് എപ്പോഴും മീഡിയയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക, ആളാവുക എന്നതിനപ്പുറത്തേക്ക് ഒരു കുറച്ചുകൂടിയൊക്കെ ഒരു പക്വമായ നിലപാട് വേണം ഇത്രയും വൈകാരികമായ വിഷയങ്ങളൊക്കെ സമീപിക്കാനായിട്ട്. കാരണം ഇതിനകത്ത് മനഃപൂർവ്വം വർഗീയത ഇവിടെ വിളമ്പാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആളുണ്ട്. ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈബി ഈഡൻ എംപിയും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റുള്ള മുഹമ്മദ് ഷിയാസും കൂടെ പോയിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കന്മാരെ കണ്ട് സമ്മതിച്ചു, ഞങ്ങൾ തീർച്ചയായിട്ടും ഹിജാബ് ഇല്ലാതെ തന്നെ പൊയ്ക്കോളാം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വീണ്ടും ഇതിനെ ഒരു വിവാദമായി കൊണ്ടുവരുന്നു. ഒരു വർഗീയത കെട്ടടങ്ങിപ്പോയ ഒരു വിഷയത്തെ വീണ്ടും അഡ്രസ്സ് ചെയ്തതിലൂടെ ഈ സ്കൂൾ പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ ഈ വക്കീലും ഈ PTA പ്രസിഡന്റും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. അല്ല, അതിനകത്തുള്ള വിഷയം പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പക്വമായിട്ട് നല്ല വിഷയത്തെ ഡീൽ ചെയ്ത ആൾക്കാർ ഇവിടെ ഇപ്പം പിന്നെ PTA പ്രസിഡന്റിന്റെ പിന്നെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ഏകദേശ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഈ കേസ് നടത്തുന്ന അഭിഭാഷകയാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിന്റെ മാനേജ്മെന്റ് ആണെങ്കിലും PTA ആണെങ്കിലും ഈ കുട്ടിയുടെ രക്ഷിതാക്കളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പോകാനുള്ള ശ്രമമാണ് നടക്കേണ്ടിയിരുന്നത്. ശിവൻകുട്ടി കാണിച്ചതും ആവശ്യമില്ലാതെ കെട്ടടങ്ങിയ സ്ഥാനത്ത് രണ്ടാമത് റീഓപ്പൺ ചെയ്തതിനകത്ത് ശിവൻകുട്ടിയുടെ ഒരു പക്വതയില്ലായ്മ ഉണ്ടായി എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റും. മാതാപിതാക്കന്മാരുടെ പരാതിയുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരാതി. ആ പരാതി ഉണ്ടെന്നുണ്ട്. പരാതി ഇല്ലാതെ ഒരു കാരണവശാലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഒരു മറുപടി ആവശ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള ഒരു ആക്ഷൻ വേണമല്ലോ. ഒരു മാതാപിതാക്കൾ ഒരു പരാതി എത്തിച്ചിരുന്നു, പരാതി എത്തിച്ചിരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ മേലിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉള്ളത്. അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. നമ്മൾ പിന്നെ ചില സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സംയമനങ്ങളും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചില ഉത്തരവാദിത്വ ബോധവും പക്വതയും ചില വിഷയങ്ങളെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യണം. കാരണം ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനത്തിലേക്ക് പോകരുതെന്ന് ഞാൻ പറയാൻ കാരണം ഇന്നലെ ഏറ്റവും കൃത്യമായി ഇതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുള്ളത്, ഏറ്റവും പക്വമായ ഇടപെടൽ നടത്തിയത് DCC പ്രസിഡന്റ് ഷിയാസും പിന്നെ ഹൈബി ഈഡൻ എംപിയുമാണ്. അവർ രണ്ടുപേരും പോകുന്നു, കാണുന്നു, കൺവിൻസ് ചെയ്യുന്നു, രണ്ടു കൂട്ടരോട് സംസാരിക്കുന്നു, അങ്ങനെ ഒരു ഫോർമുല വെക്കുന്നു, അങ്ങനെ രണ്ടു കൂട്ടരും വാക്കാൽ അത് അംഗീകരിക്കുന്നു. പക്ഷെ പിന്നീട് ഇവർ റീത്തിങ്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുകയാണ് എന്ന്. അത് അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. അത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കേണൽ സോഫിയ ഖുറേഷി നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രസ് മീറ്റിൽ അവരാണ് വന്നിരുന്നത്. ഒരു ട്രഡീഷണൽ മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷേ കേണൽ സോഫിയ ഖുറേഷി തട്ടവിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലേക്ക് ഈ കുട്ടികളൊക്കെ നാളെ വളർന്നു വരുമ്പം മതപരമായ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന പ്രാഥമിക ബോധം ആദ്യം വേണം. എയറോസ്റ്റേഴ്സിന് അവരുടേതായിട്ടുള്ള ഡ്രസ് കോഡുണ്ട്, പൈലറ്റിന് അവരുടേതായിട്ടുള്ള ഡ്രസ് കോഡുണ്ട്, ആർമിയിലാണെങ്കിലും നേവിയിലാണെങ്കിലും എല്ലാത്തിനും അവരുടേതായിട്ടുള്ള ഡ്രസ് കോഡുണ്ട്, പോലീസിലുണ്ട്. ഇതെല്ലാം വരുന്നവർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യൂണിഫോം ഉണ്ട്. ആ യൂണിഫോമിനകത്ത് പോലീസ് സർവീസിൽ എത്രയോ IPS ഉദ്യോഗസ്ഥർ വരുന്നു, എത്രയോ പേര് വരുന്നു, ഇപ്പം നേവിയിലാണെങ്കിൽ വരുന്നു, ഒക്കെ വരുന്നു. ഇങ്ങനെ ഈ മതപരമായിട്ട് ഈ സാധനങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഇത്തരം പിന്നെ സിംബോളിക് ആയിട്ടുള്ള വസ്ത്രങ്ങൾ പലതും പല രാജ്യത്തും നിരോധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം പിന്നെ ആകെ സ്പെഷ്യലായിട്ടൊരു പെർമിഷൻ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കിട്ടിയിട്ടുള്ളത് സിഖുകാർക്ക് മാത്രമാണ്. അവർക്ക് അവരുടെ ചില പിന്നെ മതപരമായി അവർ പിന്തുടരുന്ന ചില സാധനങ്ങൾ കൊടുക്കാമെന്നുള്ളത് അന്ന് സ്വതന്ത്ര ഇന്ത്യ രൂപീകരിക്കുന്ന സമയത്തെ ഉള്ള ഒരു പിന്നെ അവകാശമായിട്ട് തുടരുന്നുണ്ട്. അതിപ്പോഴും മാറ്റമില്ല. അവർ കരസേനയിൽ പോയാലും അവർ നേവി പോയാലും ഒക്കെ അവരെ താടിയും തലപ്പാവും ഒക്കെ അവർക്ക് വെക്കാം. പക്ഷേ പോട്ടെ, അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു കോൺടെക്സ്റ്റിൽ അതിന് വലിയ പിന്നെ പ്രത്യേകത ഇല്ല. അതേസമയം ആലോചിക്കേണ്ടത് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇപ്പോൾ ഓണം ആഘോഷിക്കരുത്, അത് അനിസ്ലാമികമായ ആചാരമാണ് എന്ന് പറയുന്ന ഫത്വ ഇറക്കുന്ന ചില വിവരമില്ലാത്ത മല്ലാക്കന്മാരുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ സ്കൂളിലൊക്കെ ശബരിമല നോമ്പിൻ്റെ സമയത്ത് മാലയിട്ട കുട്ടികൾ കറുത്ത മുണ്ടെടുത്ത് വരുമായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പൊതുവെ കാണുന്നുണ്ട്. ഏതെങ്കിലും സ്കൂളിലെ എയ്ഡഡ് സ്കൂളിലോ അൺഎയ്ഡഡ് സ്കൂളിലോ പൊതുവെ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. കുട്ടികൾ കറുത്ത മുണ്ടെടുത്ത് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ നമ്മളധികം കാണുന്നില്ല. എവിടെയെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട സ്ഥലത്തുണ്ടാവുക ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പൊതുവിൽ അത്തരം രീതികൾ മാറിയിട്ടുണ്ട്. അത്തരം രീതികൾ മാറുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവൻ്റെ വിശ്വാസവും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് മാറിയിട്ടോട്ടെ. പക്ഷേ സ്കൂളിൽ വരുമ്പോൾ സ്കൂളിലെ യൂണിഫോമും ഡ്രസ് കോഡും പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം സ്കൂളിൽ കൊണ്ടുവന്ന ഒരു അമെൻമെൻറ്റാണ്, ഒരു ഭേദഗതിയാണ് ഇങ്ങനൊരു നിയമം എന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് കൊണ്ടുവന്നാണെങ്കിൽ അത് പിന്നെ അവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് തെറ്റാ. അതേസമയം ഇത് ഇങ്ങനെയാണ് അവിടുത്തെ രീതി, പ്രോട്ടോകോൾ ഇങ്ങനെയാണ്. അവിടുത്തെ പ്രോസ്പെക്ടസിനകത്തെ കാര്യങ്ങളെല്ലാം പിന്നെ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അവരുടെ പിന്നെ അവിടെ പിന്തുടരുന്ന പോളിസീസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നു, അവിടുത്തെ ഡ്രസ് കോഡ് എന്താണെന്നുള്ളത് അറിയുന്നു. ഇതെല്ലാം അറിഞ്ഞ് അതിന് സന്നദ്ധരായിട്ട് ഒപ്പിട്ട് കൊടുക്കുമ്പം ഈ പിഞ്ചു കുഞ്ഞിന് അതിന് തിരിച്ചറിവില്ലെങ്കിലോ അതിൻ്റെ രക്ഷിതാക്കൾ ഇത് വിവേകപൂർവ്വം പരിശോധിച്ചിട്ടാണല്ലോ എഗ്രി ചെയ്യുന്നത്, എന്നിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇന്നതിൽ ഇളവ് വേണം എന്ന് പറയുന്നത് ശരിയല്ലാത്തൊരു കാര്യം. അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും ആ സ്ഥാപനത്തിനകത്ത് നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടുപോകുന്നതല്ല, നമ്മൾ അങ്ങോട്ട് പോയി ചേരുന്നതാണ്.
സ്വകാര്യ മാനേജ്മെന്റ് പിന്നെ ഇത് എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ എന്നുള്ളത് എനിക്ക് കുട്ടിയുടെ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, TC മേടിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. പിന്നെ ഈ സ്കൂളിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിലും നമുക്കറിയാം അതിൻ്റെ ആ ഒരു ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഒക്കെ അടിയിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് വായിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഈ സ്കൂളിൻ്റെ ബൈലോ അത് കൃത്യമായിട്ട് വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരും വായിച്ചു നോക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്ററി ആയിട്ട് മാറാൻ പോകുന്നത് BJP ആയിരിക്കും. യെസ്, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉണ്ട്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കും ഇവിടുത്തെ ഈ സുഡാപ്പികൾക്കും ഒക്കെ BJP അവർ പോലും അറിയാതെ BJPക്കാർ വേറെ ആരെങ്കിലും മുഖേന ഫണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഇതിന്റെ ഫൈനൽ ബെനിഫിഷ്യറി അവരാ, BJPക്കാരാണ്. ഇന്നലെ ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും കൂടെ പോയി തീർത്തൊരു പ്രശ്നം ഇന്ന് രാവിലെ വീണ്ടും അത് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ PTA പ്രസിഡന്റിനും ഈ പറഞ്ഞ സ്കൂൾ പ്രിൻസിപ്പളൊന്നും ഇതിന്റെ ആവശ്യമില്ലെന്നേ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്ഥിരമായിട്ട് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇവർക്ക് മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സർക്കാർ ആയിരിക്കും ഈ സ്കൂളിലെ ശമ്പളം കൊടുക്കുന്നത്. അതെ അതെ അതെ, മനസ്സിലായോ? അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് വലിയ ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട്. കുറച്ചുകൂടിയൊക്കെ പക്വമായിട്ട് സിസ്റ്റം നിലപാട് സ്വീകരിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വശം. ശിവൻകുട്ടിയും ഇന്നലെ ഇപ്പൊ അങ്ങനെ കാര്യം പറയേണ്ടിയിരുന്നില്ല. കെട്ടിണങ്ങി എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ വീണ്ടും അത് റീഓപ്പൺ ചെയ്യാനുള്ള അവിടെ ഞാൻ പറഞ്ഞു പക്വത കുറവ് എല്ലാ ഭാഗത്തും സൈലന്റ് ആയിട്ടിരുന്നാൽ മതിയായിരുന്നു. ആ പക്വത കുറവ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് കത്തിപ്പിടിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാധനമാണത്. സ്ഫോടനാത്മകമായൊരു സംഭവമാണ്, മതപരമായിട്ടുള്ള ഒരു സാമുദായിക ധ്രുവീകരണമാണ്. അത് നമ്മളെ പുതിയ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇവിടെ നമ്മൾ പിന്നെ കയറ്റി കൊടുക്കുകയെന്ന്, വിഷം കയറ്റി കൊടുക്കുകയെന്ന്. അത് ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇടയിൽ അത് വരികയാണ്. ഈ വിഷയം ആ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും കൂടെ അറിയുമല്ലോ. അതിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് ഹൈബിയും ഷിയാസുമാണ്. ബാക്കിയുള്ള ഓരോരുത്തരും അവരെ പക്വത കാണിക്കണം. അതിൽ ശിവൻകുട്ടിയായാലും മാനേജ്മെന്റ് ആണെങ്കിലും, പിന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പൾ ഒരു പിന്നെ സിസ്റ്ററാന്ന് തോന്നുന്നു അല്ലേ, സിസ്റ്റർ ആണെങ്കിലും, ഈ കുട്ടിയുടെ രക്ഷിതാക്കളാണെങ്കിലും, അതായത് ഈ കുഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ടൂളായി മാറും. ഈ കുഞ്ഞ് മാത്രമല്ല, ആ കുഞ്ഞിൻ്റെ കൂടെ പഠിക്കുന്ന മറ്റു മുഴുവൻ കുഞ്ഞുങ്ങളുടെയും മനസ്സിലേക്ക് ഇതേ വർഷം വരിക. ആ കുഞ്ഞുങ്ങളോട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടും ആ ക്ലാസ്സിനകത്ത്. അപ്പോൾ അങ്ങനെ വരികയാണ്. അതൊരു തെറ്റായ സന്ദേശം അത് പിന്നെ സമൂഹത്തിന് കൊടുക്കുന്നത്. ഈ 2025 നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ഓർമ്മ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ഈ കാര്യത്തിനകത്തൊക്കെ എൻ്റെ ഒരു അഭിപ്രായം.